ഈ വേനൽച്ചൂടിൽ ശരീരത്തിലെ താപനില കുറയ്ക്കാനും സ്വാഭാവികമായ തണുപ്പ് നൽകാനും നല്ല ദഹനത്തിനും ശീലമാക്കാവുന്ന ഒരു അത്ഭുത പാനീയം. തലേദിവസം പാകം ചെയ്ത് പുളിപ്പിച്ചുണ്ടാക്കുന്നതിനാൽ വയറിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഗുണകരമായ ബാക്ടീരിയകൾ ഇതിലടങ്ങിയിരിക്കുന്നു. കമ്പ്, ബാജ്ര, പേൾ മില്ലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന തമിഴ്നാടിൻ്റെ കമ്പും കൂഴും ഇനി നമ്മൾക്ക് മലയാളികൾക്കും ചൂടിനെ തണുപ്പിക്കാൻ ശീലമാക്കാം. ഞാനിവിടെ 3/4 കപ്പ് കമ്പ് 10-15 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടിട്ടുണ്ട്. ഇതിതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് ഉണക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വയറിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യത്തിന് നല്ലൊരു ഗട്ട് ഫ്രണ്ട്ലി പ്രോബയോട്ടിക് ഡ്രിങ്ക്, അതും ഈ ചൂടത്ത് കുടിച്ചാൽ നമ്മൾ സ്വർഗത്തിലെത്തിയതുപോലെ തോന്നും. ഇനി നമ്മൾക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ തരിതരിയായി വേണം പൊടിച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് പൊടി പോലെ മാവാക്കി എടുക്കണ്ട. ഇനി നമ്മളുടെ റാഗിയൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതിനായിട്ട് ഇത്ര വലിയ കപ്പിൽ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബാജ്ര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റാഗി പോലെ അത്ര പെട്ടെന്ന് ഇത് തിക്കാകില്ല. നമ്മളിത് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഞാൻ ഇതിലേക്ക് കമ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഇത് വെള്ളം പറ്റി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുക്കായി വരുമ്പം ഈ കളറൊക്കെ ഒന്ന് മാറി ഒരു ഡാർക്ക് കളർ വരും. വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. വെള്ളമൊക്കെ പറ്റി കറക്റ്റ് അളവിൽ നമ്മളുടെ കമ്പ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് തണുക്കും. നമ്മളുടെ കമ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമ്മൾക്ക് ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കാം. ഇത് നമ്മൾ ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബോൾസ് ആക്കി ഇല്ലെങ്കിലും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് പുളിപ്പിച്ച് കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് 2 പേർക്കുള്ള അളവിലാണ് എടുക്കുന്നത്. അതുകൊണ്ടൊരു അളവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു വലിപ്പത്തിൽ എനിക്ക് 5 ബോൾസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് 3/4 കപ്പ് ബാജ്രയിൽ നിന്ന്. ഇനി നമ്മൾക്കിത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 എണ്ണമാണ് എടുക്കുന്നത് 2 പേർക്ക് കുടിക്കാനുള്ള അളവിന്. ഒരു മൺകലത്തിലേക്ക് 3 ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ഓവർനൈറ്റാണ് പുളിപ്പിച്ചെടുക്കാൻ വയ്ക്കുന്നത്. നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സാധാരണ കഴിക്കലിൽ നിന്ന് ഒരുപാട് നല്ല ബാക്ടീരിയകളെ കിട്ടും നമ്മൾ ഇതുപോലെ പുളിപ്പിച്ച് കഴിക്കുന്നത്. ബാക്കിയുള്ള 2 ബോൾസ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ വെള്ളം ഒഴിച്ച് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഡെയിലി വെള്ളം മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരാഴ്ചത്തേക്കുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതുമാണ്. വെള്ളം മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. രാവിലെ ആയിട്ടുണ്ട്. നമ്മളുടെ ബാജ്ര ബോൾസൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് നല്ല പുളിപ്പിച്ചെടുത്ത കട്ട തൈരാണ് കേട്ടോ. അത് നമ്മളുടെ വീട്ടിൽ ഒഴിച്ചെടുക്കുന്ന തൈരൊക്കെ ആണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. വയറിനും അത്രയ്ക്ക് കുളിർമ നൽകുന്ന ഒരു ഐറ്റമാണിത്. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നത് തവിയോ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ കൈകൊണ്ട് നന്നായിട്ട് പീച്ച് ഇത് മിക്സാക്കി എടുക്കണം. ഇത് ഏറ്റവും നന്നായി മിക്സ് ആകുന്നത് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഇതിൽ വെള്ളം കുറച്ചൊഴിക്കാവുന്നതാണ്. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന രീതിയിൽ ആ ഒരളവിൽ തിക്നെസ്സിലും കുടിക്കുന്നതായിരിക്കും നല്ലത്. മോരുവെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുടിക്കുന്നതാണ്. ഞാൻ ഈ ഒരളവിലാണ് ഇത് മിക്സാക്കി എടുത്തിരിക്കുന്നത്. 2 പേർക്ക് നന്നായിട്ട് കുടിക്കാനുള്ള ഇത് മാങ്ങ സീസണല്ലേ. ഇതിൽ നിന്ന് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ നമ്മളിതിലേക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞതും പച്ച മാങ്ങ അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് കുടിക്കുമ്പോൾ പച്ചമാങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 1 പിടി ഉള്ളി അരിഞ്ഞതും 1 പിടി പച്ചമാങ്ങയും ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവും ഉപ്പുമൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുക്കുക.
നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ നമ്മളുടെ കൊണ്ടാട്ടമുളകാണ് കേട്ടോ. നല്ല കൊണ്ടാട്ടമുളകും ഉപ്പും മുളക് പൊടിയും ചേർത്ത് പച്ചമാങ്ങയും, ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഞാൻ ദാ ഇവിടെ കുറച്ച് കൊണ്ടാട്ടമുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. രാത്രിയിൽ കുടിക്കുമ്പോൾ ഒത്തിരി തണുപ്പായതുകൊണ്ട് ചിലർക്ക് സൈനസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. നമ്മളുടെ വയറിൻ്റെ ആരോഗ്യത്തിന് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോബയോട്ടിക് ഡ്രിങ്കാണിത്. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ബാജ്ര, കമ്പ്, പേൾ മില്ലറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന നമ്മളുടെ ഈ കമ്പ്. ഞാൻ ഈ ബാജ്രയുടെ പ്രോഡക്റ്റ് ലിങ്ക് ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ്. ഈ ചൂട് കാലത്ത് കുടിച്ചിരിക്കേണ്ട നിർബന്ധമായും ഒരു പ്രോബയോട്ടിക് ഡ്രിങ്കാണിത്. നമ്മളുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കാൻ പറ്റിയ ഗട്ട് ഫ്രണ്ട്ലി പ്രോബയോട്ടിക് ഡ്രിങ്ക്. വളരെ ഹെൽത്തിയായ ഗട്ട് ഫ്രണ്ട്ലി റാഗി റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന. ഇതെന്താണെങ്കിലും മലയാളികൾ ട്രൈ ചെയ്യുകയും കൂടെ കൂട്ടുകയും ചെയ്യേണ്ട ഒരു കിഡിലൻ ഐറ്റമാണ്, അതും ഈ ചൂട് ക്ലൈമറ്റിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.